എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിലാണ് 55-കാരനായ ഉദയകുമാർ താമസിക്കുന്നത്. ഉദയകുമാറിന് ഭാര്യയും 2 മക്കളുമാണുള്ളത്. ഒരു മകളും ഒരു മകനും. ഇതിൽ മൂത്ത പെൺകുട്ടിയാണ് 29-കാരി ശീതൾ. ശീതളിന് വളരെ നല്ല വിദ്യാഭ്യാസമാണുള്ളത്. ഗവൺമെൻറ് ജോലി നേടണമെന്നതാണ് ശീതളിൻ്റെയും കുടുംബത്തിൻ്റെയും ആഗ്രഹം. അതിനുവേണ്ടി PSC കോഴ്സുകൾ പഠിക്കുകയാണ് ശീതൾ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശീതളിനെ വിവാഹം കഴിപ്പിച്ചതാണ്. ആ ബന്ധത്തിൽ ശീതളിന് ഒരു കുഞ്ഞു മകനുമുണ്ട്. എന്നാൽ ആ ബന്ധം പല പ്രശ്നങ്ങളെ തുടർന്ന് ഡിവോഴ്സിലാണ് കലാശിച്ചത്. അതിനുശേഷം ഉദയകുമാർ മകൾക്കൊരു തുണ അത്യാവശ്യമാണ് എന്ന ഉത്കണ്ഠയിൽ പെരുമ്പാവൂർ സ്വദേശിയുമായിട്ടുള്ള അടുത്ത കല്യാണവും നടത്തി. ആ ബന്ധവും അധിക നാൾ മുന്നോട്ട് പോയില്ല, അതും അവസാനിച്ചു. 2 വിവാഹ ബന്ധവും തുലഞ്ഞതോടെ ഇനിയൊരു വിവാഹം തൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞാണ് ശീതളിൻ്റെ ജീവിതം. മകനെ വളർത്തി പഠിപ്പിച്ച് നല്ലൊരു നിലയിലാക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു അവൾക്ക്. അതിന് നല്ല സമ്പാദ്യം വേണം. എങ്ങനെയെങ്കിലും PSC പരീക്ഷ പാസ്സായി സർക്കാർ ജോലി നേടണമെന്ന് ശീതൾക്ക് വാശിയായി. അതിനായി അവൾ നിർത്തിവെച്ച PSC കോഴ്സുകളുടെ പരിശീലനം വീണ്ടും തുടങ്ങിയാണ്. ശീതളിന് കിട്ടിയ ഓഹരി വീട്ടിലേക്ക് അവൾ മകനെയും കൊണ്ട് താമസവും മാറി. അത് ഒരു 2 നില കെട്ടിടമാണ്. താഴത്തെ നില തനിക്കും മകനും താമസിക്കാൻ ഉപയോഗിച്ചാൽ മുകളിലത്തെ പോർഷൻ വെറുതെ കിടക്കുകയല്ലേ എന്ന് ശീതൾ ആലോചിച്ചു. എന്നാൽ പിന്നെ ആ പോർഷൻ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താൽ തനിക്ക് ഒരു വരുമാനമാകുമെന്ന് ശീതളിന് തോന്നി. അങ്ങനെ വാടകയ്ക്ക് മേളിലത്തെ നില ശീതൾ കൊടുക്കാൻ തുടങ്ങുകയാണ്. ഒരു സമയത്ത് താമസിച്ചിരുന്ന വാടകക്കാർ ഒഴിഞ്ഞ് വീട് കാലിയായി. വീട് വാടകയ്ക്ക് തരുമോ എന്ന് ചോദിച്ച് ഒരു യുവാവ് ശീതളിനെ സമീപിക്കുകയാണ്. എന്നാൽ അയാളെ കണ്ടതും വാടകയ്ക്ക് തൽക്കാലം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ശീതൾ അയാളെ മടക്കി അയക്കുകയാണ്. പല ആൾക്കാരും ആ സമയത്ത് വന്ന് വീട് വാടകയ്ക്ക് ചോദിച്ചെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ ഈ യുവാവ് വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരുന്നു. തുടരെ ഇയാൾ ഈ ആവശ്യവുമായി എത്തിയതോടെ ശീതൾ ഇയാൾക്ക് മേളിലത്തെ പോർഷൻ വാടകയ്ക്ക് കൊടുത്തു. ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞതോടെ ശീതൾ ഒരു ഞെട്ടിക്കുന്ന സത്യം ആ വീട്ടിൽ വെച്ച് തിരിച്ചറിയുകയാണ്. അത് അവൾക്ക് വലിയൊരു ഷോക്ക് തന്നെയായി. എന്താണ് ശീതൾ മനസ്സിലാക്കിയ സത്യം? പിന്നീട് എന്താണ് ശീതളിനെ തേടി എത്തിയത്? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. കോട്ടയം പാറത്തോട്ടുങ്കൽ നെടുകുന്നം സ്വദേശിയായ 34-കാരൻ പ്രശാന്തിനാണ് ശീതൾ ഈ വീട് വാടകയ്ക്ക് കൊടുത്തത്. പ്രശാന്ത് ഒരു കേബിൾ TV നെറ്റ്വർക്കിലെ ജീവനക്കാരനാണ്. പ്രശാന്ത് ആരുടെ മുഖത്ത് പോലും നോക്കാത്ത ഒരു ടിപ്പിക്കൽ ക്യാരക്ടറാണ്. അയാൾ രാത്രിയാകുമ്പോൾ പണി കഴിഞ്ഞ് വീടെത്തും, രാവിലെ ജോലിക്ക് പോകും. ആകെ ശീതളിനോട് സംസാരിക്കുന്നതും മൂത്ത് നോക്കുന്നതും വാടക കൊടുക്കുന്ന സമയത്ത് മാത്രം. മാസങ്ങൾ കടന്നുപോയി. പ്രശാന്തുമായിട്ട് ഏറ്റവും കൂടുതൽ ഇതിനിടയ്ക്ക് അടുപ്പമായത് ശീതളിൻ്റെ മകനാണ്. ശീതളില്ലാത്ത സമയത്തൊക്കെ പ്രശാന്തിനെ കാണാൻ ഈ കുട്ടി മേളിലേക്ക് കയറിപ്പോവും. അവന് വേണ്ടതൊക്കെ പ്രശാന്ത് വാങ്ങിക്കൊടുക്കുകയും ഒരച്ഛൻ്റെ വാത്സല്യമൊക്കെ ആ കുട്ടിക്ക് കൊടുക്കുകയും ചെയ്തു. മാത്രവുമല്ല പ്രശാന്ത് വളരെ നല്ലൊരു പെരുമാറ്റവുമായിരുന്നു. മകൻ പ്രശാന്തുമായിട്ട് അടുത്തിടപഴകുന്നതും അയാൾ അവനെ ലാളിക്കുന്നതും അയാളുടെ പെരുമാറ്റവും എല്ലാം ശീതളിൽ പ്രശാന്തിനോടൊരിഷ്ടം തോന്നിച്ചു. പതിയെ പ്രശാന്ത് ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഇടയിൽ എല്ലാമായി മാറി. ശീതളിനോട് വളരെ മാന്യമായിട്ട് പെരുമാറി പ്രശാന്തും ശീതളുമായിട്ടുള്ള ബന്ധം ഒരു വലിയ പ്രണയത്തിലോട്ടാണ് അവസാനം പോകുന്നത്. ആ സമയത്തും ശീതൾ പരവൂരിലെ ഒരു PSC കോച്ചിങ് സെൻറ്ററിൽ പഠിക്കാൻ പോവുകയാണ്. പിന്നെ ശീതളിനെ അവിടെ പഠിക്കാൻ കൊണ്ടാക്കുന്നതും തിരിച്ച് വിളിച്ചു കൊണ്ടുവരുന്നതും എല്ലാം പ്രശാന്ത് തന്നെ. പ്രശാന്തിൻ്റെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇവരുടെ വീട്ടുകാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അയാൾ ചെലവഴിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല ശീതളും പ്രശാന്തും തമ്മിൽ ശാരീരിക ബന്ധവും ആ വീട്ടിൽ തുടരുകയാണ്. ഇതിന് തടസ്സമായിട്ട് ആ വീട്ടിൽ ഈ കുഞ്ഞൊഴിച്ച് മറ്റാരുമില്ലാത്തതാണ് ഇതിനെല്ലാം അനുകൂല അവസ്ഥയും കൂടെ ഉണ്ടാക്കി കൊടുത്തത്. പോകെ ശീതളിന് ചില കാര്യങ്ങൾ ബോധ്യപ്പെടാൻ തുടങ്ങി. ഇയാൾ താൻ വിചാരിച്ച ഒരാളെ അല്ല എന്ന് അവൾ തിരിച്ചറിഞ്ഞു. എന്തെന്നാൽ ശീതളിൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്യുക, അതിൻ്റെ പാസ്വേഡ് പ്രശാന്ത് തന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക, ആരെങ്കിലും അതിൽ വിളിച്ചാൽ ശീതളിനെ അതും പറഞ്ഞ് ചോദ്യം ചെയ്യുക, ഇതൊക്കെ പ്രശാന്തിൻ്റെ രീതികളായി. ഒരാളുടെ അടുത്ത് പോലും ശീതൾ സംസാരിക്കുന്നതോ ചിരിക്കുന്നതോ അയാൾക്ക് ഇഷ്ടമല്ല. അയാളിൽ അതൊക്കെ കടുത്ത ദേഷ്യമാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആരെങ്കിലും സംസാരിക്കുകയോ ഫോൺ വിളിക്കുകയോ ചെയ്താൽ ആ ആളെ തപ്പി ആ ആളിൻ്റെ പിന്നാലെ പോകുന്ന പ്രകൃതമായിരുന്നു പ്രശാന്തിൻ്റേത്. ചുരുക്കം പറഞ്ഞാൽ ശീതളിന് അനങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലായി കാര്യങ്ങൾ. ഒടുവിൽ ശീതളിൻ്റെ കുട്ടി തന്നെ പ്രശാന്തിനെ ഭയപ്പെടാൻ തുടങ്ങി.
എന്തിനാണ് ഈ അങ്കിൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഈ അങ്കിൾ ഇവിടെ വേണ്ട എന്ന് പോലും ആ കുട്ടി തന്നോട് പറഞ്ഞുവെന്ന് ശീതള് പിന്നീട് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഇതിനു മുമ്പ് തന്നെ ശീതള് പലവട്ടം പ്രശാന്തിനോട് തന്നെ കല്യാണം കഴിക്കണമെന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ അയാൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു. പിന്നെയാണ് അയാളുടെ ശരിക്കുമുള്ള ക്യാരക്ടർ ശീതള് കാണാൻ തുടങ്ങിയത്. പ്രശാന്തിൻ്റെ ഈ സൈക്കോ സ്വഭാവം കണ്ടതോടെ ശീതള് ഇയാളുമായുള്ള റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വയ്ക്കുകയാണ്. പ്രശാന്ത് നല്ലവനായൊക്കെ പെരുമാറി ശീതളിനെ അനുനയിപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും യാതൊന്നും അവളുടെ മുന്നിൽ വില പോയില്ല. പിന്നീട് പ്രശാന്ത് വീട്ടു സാധനങ്ങളൊന്നും മാറ്റാതെ അതെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. പിറ്റേ ദിവസം മുതൽ ശീതളിൻ്റെ ഫോണിൽ വിളിച്ച് നിരന്തരം ഇയാൾ ശല്യപ്പെടുത്താൻ തുടങ്ങി. ശീതള തറപ്പിച്ചു പറഞ്ഞു, ഇനി നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് താല്പര്യമില്ല എന്ന്. പ്രശാന്ത് തന്നെ ശീതളിൻ്റെ കോച്ചിങ് സെൻ്ററിലെ ഒരു അധ്യാപകനുമായിട്ട് ശീതളിനെ അനാവശ്യം പറയാൻ തുടങ്ങി. അയാളുമായിട്ട് നിനക്ക് ഇടപാട് തുടങ്ങിയത് കൊണ്ടല്ലേ നീ ഇപ്പോൾ എന്നെ ഒഴിവാക്കിയത്, അയാളുമായിട്ട് നിനക്ക് ഇപ്പോഴും ബന്ധമുണ്ടോ എന്നൊക്കെ ഇയാൾ ശീതളിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ശീതൾ അതിനൊരു മറുപടിയൊക്കെ കൊടുത്തു. ആ മറുപടി പ്രശാന്തിൻ്റെ ചിന്തകളെ മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. ശീതൾ കൊടുത്ത മറുപടി ഇതാണ്: എനിക്ക് ആരുമായിട്ടും ബന്ധം ഉണ്ടാവട്ടെ, അത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ഒന്നല്ല, നിങ്ങളെ എനിക്ക് ആവശ്യമില്ല. ഇതോടെ പ്രശാന്തിന് ഒരു കാര്യം മനസ്സിലായി, ശീതൾ ഒരിക്കലും ഇനി തന്നിലോട്ട് വരില്ല എന്ന്. പ്രശാന്ത് പിന്നീട് പല പദ്ധതികളും പ്ലാൻ ചെയ്യുകയാണ്. ശീതൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് അയാൾ ഉറപ്പിച്ചു. ഒരു ദിവസം ആ പ്ലാൻ നടപ്പിലാക്കാനായിട്ട് പ്രശാന്ത് ഇറങ്ങുകയാണ്. അതിനായി ഒരു കത്തി അയാൾ പുതിയതായി വാങ്ങി. ശീതളിൻ്റെ വീട്ടിൽ കയറി അവളെ കൊല്ലാനായിരുന്നു പ്രശാന്തിൻ്റെ പ്ലാൻ. എന്നാൽ വിചാരിച്ച ദിവസം ആ ഒരു ഡേറ്റിന് അയാൾക്കതിന് സാധിച്ചില്ല. അതുകൊണ്ട് അരിശ അടക്കാനാവാതെ പ്രശാന്ത് കലണ്ടറിൽ ആ ഡേറ്റിൽ പുതിയ കത്തി കൊണ്ട് കുത്തി വയ്ക്കുകയാണ്. ആ ദിവസം രാത്രി തന്നെ ശീതളിനെ പ്രശാന്ത് വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും വേണ്ട എന്ന് ഞാനും നിന്നെ പോലെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ എനിക്ക് കുറച്ച് സാധനങ്ങൾ നിനക്ക് വേണ്ടി വാങ്ങിച്ചു വച്ചിരുന്നത് തരണമെന്നുണ്ട്. അവസാനമായിട്ട് നാളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം. തരാനുള്ളത് തന്നിട്ട് ഞാൻ പൊയ്ക്കോളാം. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണുകയും ഇല്ല. ആദ്യം ഇത് കേട്ട് ശീതള് കാണാൻ പാടില്ല, എനിക്കൊന്നും വേണ്ടെന്നൊക്കെ എതിർപ്പ് കാണിച്ചെങ്കിലും പ്രശാന്തിൻ്റെ ദയനീയമായ സംസാരത്തിൽ അവസാനമായി കാണാനല്ലേ, കണ്ടിട്ട് പോയ പിന്നെ ഈ ശല്യം തീരുമല്ലോ എന്ന് വിചാരിച്ച ശീതള് നാളെ കാണാമെന്ന് ഓക്കെ പറഞ്ഞു. 2017 ഓഗസ്റ്റ് 11 രാവിലെ 11 മണിയോടെ പ്രശാന്ത് പറഞ്ഞ ചെറായി ബീച്ചിലേക്ക് ശീതൾ എത്തുകയാണ്. പ്രശാന്ത് ശീതളിനെ കാത്ത് നേരത്തെ അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇവർ തമ്മിൽ കണ്ടയുടനെ ശീതള് വിളിച്ച കാര്യം പെട്ടെന്ന് പറയണം, എനിക്ക് പെട്ടെന്ന് പോകണമെന്നാണ് ആദ്യം ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രശാന്ത് തനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അത് ഇങ്ങനെ എടുപിടിയെന്നൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നായി. ഒടുവിൽ പ്രശാന്ത് നമുക്ക് നടന്ന് സംസാരിച്ചാലോ എന്ന് പറഞ്ഞ് ശീതളിനെയും കൊണ്ട് ഇങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങി. നടത്തത്തിനിടയിൽ ചെയ്തു പോയ തെറ്റുകൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞ് അയാൾ ശീതളിനോട് ഇങ്ങനെ മാപ്പ് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അതൊന്നും കേട്ടിട്ട് ശീതളിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവൾ അന്നേരമെല്ലാം താൻ മകനുമായി സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, തനിക്ക് സ്വസ്ഥത വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. നടന്ന് ഇവർ ബീച്ചിൻ്റെ സൈഡിലെ പാറക്കൂട്ടങ്ങൾക്കിടയിലെത്തി. അവിടെ എത്തിയതും പ്രശാന്ത് ഒരിക്കൽ കൂടി ശീതളിനോട് ഈ ബന്ധം തുടരാമോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. ഇനി ഈ ബന്ധത്തിന് ഞാൻ ഒരിക്കലും താല്പര്യം കാണിക്കില്ല എന്ന് അപ്പോഴും ശീതള് ശക്തമായി പറഞ്ഞു. ഉടനെ തന്നെ പ്രശാന്ത്, ശരി എങ്കിൽ എനിക്കൊന്നും ഇനി പറയാനില്ല, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ, പക്ഷേ ഞാൻ കൊണ്ടുവന്ന സമ്മാനം നിനക്ക് തന്നിട്ട് നമുക്ക് പിരിയാം എന്നായി. എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ആകാംക്ഷയോടെ ഇങ്ങനെ ശീതള് നോക്കി നിൽക്കുകയാണ്. കണ്ണടച്ച് നിന്നാലേ ഞാനത് തരികയുള്ളൂ എന്നായി പ്രശാന്ത്. എന്തോ ആയിക്കൊണ്ട് പോകട്ടെ എന്ന് കരുതി ശീതള് കണ്ണടച്ച് കൈയും നീട്ടി നിന്നു. കണ്ണടച്ച് കൈനീട്ടി നിന്ന ശീതളിൻ്റെ കയ്യിലേക്ക് പ്രശാന്ത് ഒരു സാധനം എടുത്ത് വെച്ചു കൊടുക്കുകയാണ്. ശീതള് പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കയ്യിലൊരു കത്തിയാണ് പ്രശാന്ത് വെച്ചു കൊടുത്തിരിക്കുന്നത്. ശീതള് ഞെട്ടിപ്പോയി. ഉടനെ തന്നെ പ്രശാന്ത്, ഇത് നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച പുതിയ സമ്മാനമാണ് എന്ന് പറഞ്ഞ് തീരും മുൻപേ ആ കത്തിയെടുത്ത് അവളുടെ മുതുകിൽ തന്നെ അവളുടെ കഴുത്തിലേക്ക് കുത്തിയിറക്കി. ആ കുത്തുകൊണ്ട് പിടഞ്ഞ് ശീതള് തറയിൽ വീണു. തറയിൽ വീണ ശീതളിൻ്റെ വയറ്റിലും നെഞ്ചിലുമായി അയാൾ പല തവണ കുത്തി. മൊത്തം 7 കുത്താണ് പ്രശാന്ത് ശീതളിനെ കുത്തിയത്.
ഇയാൾ മുതുകിന് പിറകിൽ കത്തി ഒളിപ്പിച്ചാണ് ശീതളിൻ്റെ മുന്നിൽ വന്ന് നിന്നത്. കുത്തുകൊണ്ട് തറയിൽ വീണ ശീതളിനെ കണ്ടതും പ്രശാന്ത് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ശീതൾ അവിടുന്ന് ആ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ വല്ല വിധേനയും ഓടി ചെറായി ബീച്ചിലെ ഒരു റിസോർട്ടിന് മുന്നിലെത്തി. ശീതളിന് ആ റിസോർട്ടിനകത്തേക്ക് കയറാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവൾ അവിടെ തന്നെ തളർന്നു വീണു. ഇത് കണ്ട് അങ്ങോട്ടേക്ക് ആ റിസോർട്ടിലെ ഒരു സ്റ്റാഫ് ഓടിയെത്തി. അയാളോട് ശീതൾ പറഞ്ഞത്, രക്ഷിക്കണേ രക്ഷിക്കണേ, എന്നെ ആരോ കുത്തി എന്നാണ്. പിന്നീട് റിസോർട്ടിലെ ജീവനക്കാരും അവിടെ നിന്ന് ആൾക്കാരും എല്ലാം കൂടി ചേർന്ന് ശീതളിനെ പറവൂരിലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ എത്തിച്ചു. ഈ പറവൂരിലെ ആശുപത്രിയിലെ ഡോക്ടർ ശീതളിന് പ്രാഥമിക ശുശ്രൂഷയൊക്കെ കൊടുക്കുകയാണ്. എന്നാൽ ഇഞ്ചുറി വളരെ ഡീപ്പായതുകൊണ്ട് തന്നെ ഇത് ഗുരുതരാവസ്ഥയിലോട്ട് പോകുമെന്ന് ഡോക്ടറിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ കൊച്ചിയിലെ ആശ്രം മെഡിസിറ്റിയിലേക്ക് ശീതളിനെ മാറ്റാനായിട്ട് തീരുമാനിക്കുകയാണ്. ആശ്രം മെഡിസിറ്റിയിലേക്ക് ഡോക്ടർ ശീതളിനെ വിടുന്നതിന് തൊട്ട് മുൻപ് ശീതൾ പാതി ബോധത്തോടെ തന്നെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം പറഞ്ഞുവെന്നാണ് ഈ കേസിലെ ഏറ്റവും വലിയൊരു അത്ഭുതം. തന്നെ കോട്ടയം നെടുകുന്നം സ്വദേശി പ്രശാന്താണ് കുത്തിയതെന്നും അയാളും താനും തമ്മിൽ അടുപ്പത്തിലായിരുന്നുവെന്നും അയാൾ ശരിയല്ലെന്ന് കണ്ട് താൻ ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയതിനുള്ള പകയാണ് അയാൾ തന്നെ ആക്രമിച്ചതെന്നും ശീതൾ ഡോക്ടറിനോട് പറഞ്ഞു. അതുമാത്രവുമല്ല, കുഞ്ഞിതേപോലെ ഈ അങ്കിള് വേണ്ട എന്ന് മുമ്പേ പറഞ്ഞിരുന്ന കാര്യവും ശീതൾ ഡോക്ടറിനോട് പറയുകയാണ്. ശീതളിൻ്റെ ഈ ഡോക്ടറിനോടുള്ള തുറന്നു പറച്ചിൽ ഒരു മരണമൊഴിയായിട്ടാണ് പിന്നെ കണക്കാക്കിയത്. വടക്കൻ പരവൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഈ ഡോക്ടറിൻ്റെ മൊഴി നിർണായകമായിരുന്നു. ആശ്രം മെഡിസിറ്റിയിലേക്ക് ശീതളിനെ കൊണ്ടുപോകും വഴി തന്നെ ശീതൾ മരണത്തിന് കീഴടങ്ങി. ഈ ഒരു കേസ് അന്വേഷിച്ചത് മുനമ്പം പോലീസാണ്. മുനമ്പം പോലീസ് വളരെ പെട്ടെന്ന് തന്നെ പ്രശാന്തിനെ പിടിച്ചു. അതെങ്ങനെയെന്നാൽ, ശീതളിനെ കുത്തി വീഴ്ത്തിയ ശേഷം പ്രശാന്ത് എവിടേക്കെന്നില്ലാതെ ഓടുകയാണ്. ആ സമയത്ത് നല്ല തോതിൽ അവിടെ മഴ പെയ്തു. മഴയത്ത് ഇയാൾ ഒരു വീടിൻ്റെ വരാന്തയിൽ കയറി ഒതുങ്ങി നിന്നു. ആ സമയത്ത് ആ വീട്ടുകാരോട് മഴ തോർന്നിട്ട് പോകാം എന്ന് പറഞ്ഞാണ് ഇയാൾ അവിടെ കയറി നിന്നത്. ഇതേ സമയം പോലീസ് ക്രൈം സീനിൽ എത്തുകയും ചെറായി ബീച്ചിൻ്റെ എല്ലാ സൈഡും അടയ്ക്കുകയും ചെയ്തു. എല്ലാവരെയും പോലീസ് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മഴ തോർന്നതോടെ അവിടെ നിന്നും പ്രശാന്ത് ഓടി നേരെ ചെന്ന് ചാടുന്നത് പോലീസിൻ്റെ മുന്നിലോട്ട്. ഇയാളെ കണ്ടതും പോലീസ് എവിടെ പോകുന്നു, എവിടുന്ന് വരുന്നു, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പ്രശാന്ത് ഉത്തരം പറഞ്ഞെങ്കിലും അയാളിൽ നല്ലൊരു പതർച്ച പോലീസ് നോട്ട് ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തങ്ങൾ തിരയുന്ന അക്രമി ഇയാളാണെന്ന് പോലീസ് മനസ്സിലാക്കി ഇവനെ കൈയോടെ പിടികൂടി. പക്ഷേ ഈ കേസിന് ഒരു ദൃക്സാക്ഷിയും ഇല്ലായിരുന്നു എന്നതാണ് കഷ്ടം. കാരണം പ്രശാന്ത് ശീതളിനെ കൊണ്ടുപോയത് ആരുമില്ലാത്ത ആ പാറക്കൂട്ടത്തിൻ്റെ ഇടയിലോട്ടാണ്. അതുകൊണ്ട് തന്നെ കുത്തി വീഴ്ത്തിയ സമയത്ത് അവിടെ ദൃക്സാക്ഷികളൊന്നും ഇല്ലായിരുന്നു. എന്നാൽ മുറിവേറ്റ് കിടന്ന ശീതളിനെ കണ്ട ജീവനക്കാരനും അവിടെ നിന്ന ആൾക്കാരും ഒന്നും കോടതിയിൽ ഈ കേസിന് സാക്ഷി പറയാൻ എത്തിയതുമില്ല. മുനമ്പം ഞാറയ്ക്കൽ പോലീസ് വളരെ ബ്രില്യൻ്റായിട്ട് തന്നെ ഈ കേസിനെ കൈകാര്യം ചെയ്തു. 90 ദിവസത്തിനകം അവർ കുറ്റപത്രവും സമർപ്പിച്ചു. പോലീസ് പ്രശാന്തിനെ പിടിച്ച് തെളിവെടുപ്പ് നടത്തിയ സമയം മുതലുള്ള കാര്യങ്ങളും ഇയാൾക്കെതിരായിട്ടുള്ള കൃത്യമായ തെളിവുകളും വച്ചാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പോലീസ് പ്രശാന്തിൻ്റെ താമസ സ്ഥലത്തെത്തിയപ്പോൾ കലണ്ടറിൽ ഒരു ഡേറ്റിൽ കത്തി കുത്തി ഇങ്ങനെ വച്ചിരിക്കുന്നത് കണ്ടു. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അയാളോട് ചോദിച്ചപ്പോൾ അന്ന് പ്രശാന്ത് പറഞ്ഞത്, ഈ ഡേറ്റിനാണ് ഞാൻ അവളെ കൊല്ലാൻ ആദ്യം പ്ലാൻ ചെയ്തത്, പക്ഷെ അത് നടന്നില്ല എന്നാണ്. പോലീസ് ഇതിൽ പറയുന്നത് പല യുവതികളെയും ഇയാളെ ഇതിനു മുൻപും കൊല്ലാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നാണ്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ശീതളിനെ ഇയാൾ കണ്ടുവച്ചിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ശീതളിൻ്റെ വീട് ഇയാൾ വാടകയ്ക്കെടുത്ത് വന്നത്. സ്ത്രീകളെ വളച്ചെടുത്ത് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അവരെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നതാണ് ഇവൻ്റെ രീതി. ഇയാളുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ സ്ത്രീകൾ ശ്രമിച്ചാൽ പിന്നെ അവരെ കൊല്ലുക എന്നതിലോട്ട് ഇയാൾ കടക്കും. അങ്ങനെ സാക്ഷികളില്ലാതിരുന്ന ഈ കേസിൽ വടക്കൻ പരവൂർ കോടതി ഇയാളെ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവപര്യന്തം ശിക്ഷിച്ചു. കോടതി ഒരു കാര്യം കൂടി പരാമർശിച്ചിരുന്നു. ശീതൾ കേസാണ് ഇയാളുടെ പേരിലുള്ള ആദ്യത്തെ കേസെങ്കിലും ഇയാൾ ഇപ്പോൾ പിടിയിലായില്ലെങ്കിൽ അനേകം സ്ത്രീകൾക്ക് ജീവഹാനി ഭാവിയിൽ ഉണ്ടാകുമായിരുന്നു എന്നാണ്. ജീവപര്യന്ത ശിക്ഷയ്ക്കൊപ്പം 3 ലക്ഷം രൂപയും പിഴയും വിധിച്ചു. ഇതിലെ 3 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ശീതളിൻ്റെ മകന് കൈമാറണമെന്നും കോടതി പറഞ്ഞു. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.